ഇപ്പൊ പശ്ചിമേഷ്യയിൽ അമേരിക്ക യുദ്ധം നിർത്തേണ്ടത് ഇറാന്റെ ആവശ്യമല്ല. ഇറാൻ കടും പിടുത്തത്തിലാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കരാർ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് പിടിച്ച പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇറാൻ ഒരു ഭീഷണി തന്നെയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇറാന്റെ പോളിസി അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇങ്ങോട്ട് വന്നിട്ടാൽ അങ്ങോട്ട് രണ്ടെണ്ണം കൊടുക്കുക, അതവരുടെ പോളിസി. ഇങ്ങോട്ടൊന്നും വരാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. അതൊന്നും പക്ഷേ ഇസ്രായേലിനെ അറിയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യമില്ലാതെ എങ്ങോട്ടും കൊടുത്തിട്ടുള്ള ശീലമാണ്. അതുകൊണ്ട് അവരെ പോലെ ആയിരിക്കും മറ്റുള്ളവരെന്ന് അവർ കരുതുന്നു. അവരെ തെറ്റു പറയാനും പറ്റില്ല. ഏതായാലും ട്രംപിന് ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തണം എന്നുള്ള നിലപാടല്ല ഇസ്രായേലിനുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറണം. അത് മാറിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ഏതെങ്കിലും വിധത്തിലുള്ള കരാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക സമാധാന കരാർ ഉണ്ടാക്കാനായിരിക്കും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള താൽക്കാലിക കരാർ ഭാവിയിൽ ഒരു സ്ഥിരമായിട്ടുള്ള കരാറിലേക്ക് മാറ്റാം. എന്തായാലും തൽക്കാലം ഒരു താൽക്കാലിക കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇറാനെ പൂട്ടി, ഇപ്പൊ വെടിനിർത്തൽ നിർത്തി, അതുകൊണ്ട് ഞങ്ങളത് യുദ്ധം അവസാനിപ്പിച്ചു, ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ ട്രംപിന് പറയാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട്, ഒരു നാടകമാണ് സത്യത്തിൽ ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം സൈനിക നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഒരിക്കലും യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചതുപോലെയല്ല ഇറാന്റെ സൈനിക പ്രഹരങ്ങൾ എന്ന് പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്ന പോലെ ബോംബുകളും ഇതൊന്നും അല്ല. ഇസ്രായേലിനെ ഒഴിവാക്കിയിട്ട് ഒരു സമാധാന കരാർ, താൽക്കാലികമായിട്ടെങ്കിലും ഒരു സമാധാന കരാർ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ടത് ട്രംപിന്റെ തിരിച്ചറിവാണ്. അതായത് സൈനിക നടപടി യുദ്ധം ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സ്വന്തം രാജ്യത്ത് വലിയ ആഭ്യന്തര പ്രതിസന്ധിയുണ്ട്, പണപ്പെരുപ്പമുണ്ട്. അത് മാത്രമല്ല, ട്രംപിന് ഒരു ജനപ്രീതി ഉണ്ടായിരുന്നു ഇറാനെ ചെന്ന് അടിക്കുമ്പോഴും ഒക്കെ. അവിടുത്തെ എണ്ണ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പോരുന്നു, ആരന്റെ മുതൽ കട്ടെടുത്ത് കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞേ. അങ്ങനെ കട്ടെടുത്ത് ഇറാനിലെ എണ്ണ മോഷ്ടിച്ചുകൊണ്ട് തരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടുത്തെ യുറേനിയം അടിച്ചു മാറ്റി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് ചെല്ലുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സംഗതി നടക്കൂല, തള്ളു മാത്രമേ ഉള്ളൂ എന്ന് അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ജനപ്രീതി അത് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. എന്നാലേ ട്രംപിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇസ്രായേലിനെ തൽക്കാലം ചിത്രത്തിൽ നിന്ന് മാറ്റിവെക്കുക, ഇറാനുമായി കരാർ ഉണ്ടാക്കുക. എന്നാൽ ഇസ്രായേലിന് ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. പുതിയ ഒരു കരാർ, ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു കരാർ ഇറാനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇറാന്റെ ആണവശേഷിയുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതായത് ഇറാന്റെ ആണവശേഷി അത് ഇല്ലാതാക്കില്ലെന്നും പകരം അവർക്ക് സമയവും പണവും ഒക്കെ അമേരിക്ക നൽകുമെന്നും ആശങ്കപ്പെടുന്നുണ്ട്. ഇറാൻ അത് ചോദിക്കുന്നുമുണ്ട്. കാരണം ഇറാന് മേലുള്ള ഉപരോധം മുഴുവൻ നീക്കുമ്പോൾ ഇറാന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം ഉണ്ടല്ലോ, ആ പണം അവർക്ക് കിട്ടും. മാത്രമല്ല, ഇറാൻ ആദ്യമേ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കരാറുകൾ എഴുതി ഉണ്ടാക്കി ചിലപ്പോൾ അത് ഹിഡനായിട്ട് ഇസ്രായേലിനെ അറിയിക്കാതെ എന്തെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിയാലോ എന്ന് പോലും പേടി ഇസ്രായേലിനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇസ്രായേലിനെ സുഖിപ്പിച്ചുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിക്കാമെന്നാണ് ട്രംപ് കരുതുന്നത്. അതിന് പറയുന്നത് അന്തിമ കരാറിൽ ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാം. ഇപ്പോൾ തൽക്കാലം ആണവ പദ്ധതിയെക്കുറിച്ചോ അല്ലെങ്കിൽ യുറേനിയത്തെക്കുറിച്ചോ സംസാരിക്കണ്ട, നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഇറാനെ ഒന്ന് പെതിയെ തണുപ്പിച്ച് തലോടി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇറാനോട് ഫൈനൽ കരാർ നമുക്ക് ഉറപ്പിക്കാം. ആ ഫൈനൽ കരാറിൽ നമുക്ക് ആണവ പദ്ധതി പൂർണ്ണമായിട്ടും നിർത്തണം, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന പരിപാടി നിർത്തണമെന്ന് നമുക്ക് ഇറാനോട് ആവശ്യപ്പെടാമെന്നാണ് പറയുന്നത്. അത് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചാണ് പറയുന്നത്. പക്ഷേ നെതന്യാഹുവിന് എന്നാലും ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇസ്രായേലിനെ അറിയാം ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഒന്ന് സുഖിപ്പിച്ച് ശാന്തമാക്കാനുള്ള അടവുകളാണ്, ഉറപ്പുകളാണ്, കുറുപ്പിന്റെ ഉറപ്പ് മാത്രമാണ് എന്നുള്ളത്. കാര്യം ട്രംപ് യുദ്ധത്തിൽ തോറ്റു, ജയിക്കില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ തോറ്റ് തുന്നമ്പാടും എന്ന് ഉറപ്പുള്ള ഒരു യുദ്ധം തുടരുന്നതിൽ അമേരിക്കയ്ക്കോ അമേരിക്കൻ ജനതയ്ക്കോ താല്പര്യമില്ല. അതേസമയം അമേരിക്ക പിന്മാറിപ്പോയാൽ ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധിയിലാകുകയും ചെയ്യും. എന്നാൽ ഇസ്രായേലിനെ പിണക്കാനിട്ട് അമേരിക്കയ്ക്ക് പറ്റുന്നുമില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ സുഖിപ്പിച്ച് നിൽക്കുന്നതെന്ന് ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആശങ്ക അങ്ങനെ ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ ട്രംപ് എപ്പോഴും തള്ളു കുറയ്ക്കുന്നില്ല. ട്രംപ് വീണ്ടും പറയുന്നത് 60 ദിവസത്തേക്ക് താൽക്കാലികമായ വെടിനിർത്തൽ നീട്ടാൻ. അതുപോലെ വെടിനിർത്തൽ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് നീട്ടുന്നുണ്ട്. ഇറാൻ ആവശ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ലോക രാജ്യങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ട്രംപ് സ്വയം തന്നെ അങ്ങ് നീട്ടിക്കൊടുക്കുകയാണ്. കാര്യം അറിയാം അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. അങ്ങനെ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി താൽക്കാലികമായി നീട്ടുന്നതിനൊപ്പം ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാൻ ധാരണയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാര്? ട്രംപിന്റെ നേതൃത്വത്തില് ഹോർമൂസ് കടലിടുക്ക് തുറന്ന് സ്വതന്ത്രമായി കപ്പൽ പോകാനുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
ഇവിടെയാണ് നമ്മൾ ഇറാന്റെ ആ നിലപാടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇറാൻ അവരുടെ യുദ്ധത്തിന്റെ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് തന്നെയാണ് ഇത്രയും ദിവസം കഴിഞ്ഞപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഹോർമൂസ് കടലിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങളുടെ പണം നിങ്ങൾ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഇനി മേലില് ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് നിന്ന് അടിച്ചിട്ടില്ല, ഇന്ന് വരെ ഇറാൻ അങ്ങനെ അടിച്ച ചരിത്രമില്ല, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ വിടുകയുമില്ല, പക്ഷെ ഞങ്ങളെ അടിക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ ഞങ്ങളുടെ പാഠവിധി എന്ന് നിന്നോളാം. ഇതായിരുന്നു കരാർ എന്ന് പറയുന്നത്. പിന്നീട് അമേരിക്ക അതിവളവിറക്കിയപ്പോഴാണ് ഹോർമൂസിന്മേൽ ഇറാൻ പിടിമുറുക്കിയത്. അത് അവരുടെ തോർപ്പിച്ചിട്ടാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതോടുകൂടി ട്രംപിന് പിടിവിട്ടു. കാരണം ലോക രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കെതിരായി വരുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം വെറുതെ ഇരുന്ന ഒരു സ്ഥലമാണ്, ചൊറിഞ്ഞൊറിഞ്ഞ ഒരു പുണ്ണാക്കി ആ പുണ്ണിനെ വലുതാക്കി, എന്നിട്ട് ആ പുണ്ണ് ഉണക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായം തേടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ട്രംപ്. ഇറാൻ അറുത്ത് മുറിച്ച് പറയുന്നുണ്ട് ഹോർമൂസ് കടലിടുക്ക് തുറന്നാലും അവിടെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ തടസ്സമില്ലാത്ത ഒരു സൗജന്യ ഒരു പോക്ക്, ഒരു ഫ്രീ പാസേജ് അനുവദിക്കില്ല, അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അവർക്ക് ടോൾ കൊടുത്തു പോകാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കാനേ പറ്റൂ, വേല കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടപെടും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇറാൻ ഹോർമൂസിന്റെ കാര്യത്തിൽ ഒരു തുള്ളി പിന്നോട്ട് പോയിട്ടില്ല. ഇറാനുമായി സൗഹൃദമുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായി സൗഹൃദമില്ലാത്ത അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളല്ലാത്ത ആർക്കും അവിടെ സ്വതന്ത്രമായി കടന്നു പോകാൻ കഴിയും. മറ്റുള്ളവർ ടോള് കൊടുത്തു പോകണം, അതും ഇറാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം. അതുമേ കയറി കളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരിൽ കരാറും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇടക്കാല സമാധാന കരാർ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാമല്ലോ. ഹോർമൂസിലൂടെ കപ്പൽ പോകുന്നത് എങ്ങനെ പോകുന്നൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു, ട്രംപ് തള്ളിവിട്ടത് നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ റൂട്ടുകൾ നിശ്ചയിക്കുന്നത്, ഏതുവഴി പോകണം തീരുമാനിക്കുന്നത് ഇറാനാണെന്ന് പറയുന്നുണ്ട്. അതിന് അനുമതി പത്രം നൽകുന്നത് പൂർണ്ണമായിട്ടും ഇറാന്റെ തീരുമാനത്തിന്, ഇറാന്റെ വിവേചനാധികാരത്തിന് തന്നെ ആയിരിക്കും. അതിന് വേറെ ആരും ഒരു ഡയലോഗ് അടിക്കാൻ വരണ്ടെന്ന് തീർത്തു പറയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഈ താൽക്കാലിക കരാർ ഉണ്ടായി എന്ന് വെക്കുക. ഇപ്പൊ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക കരാറുണ്ടായി, വെടിനിർത്തൽ കരാർ, ഏതൊക്കെ കരാർ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടായെന്ന് കരുതുക, എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ച് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു കരാർ ഉണ്ടായെന്ന് കരുതുക. അപ്പോഴും ഇറാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമുണ്ട്, അത് ഞങ്ങൾ ആർക്കും വിട്ടുതരൂല, നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കാം അവിടെ കൊണ്ടുവെക്കാന്ന് പറയണ്ട, നിങ്ങളുടെ രാജ്യത്തോണ്ട് സൂക്ഷിക്കാന്നും പറയണ്ട, അത് തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അത് മാത്രമല്ല അമേരിക്ക തങ്ങളുടെ മേല് സാമ്പത്തിക ഉപരോധങ്ങൾ ഒരുപാട് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്, അത് നീക്കം വേണം. ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ഒരു താൽക്കാലിക കരാർ പോലെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ട്രംപ് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഇറാനുമായിട്ടുള്ള ഒരു താൽക്കാലിക കരാർ, സമാധാന കരാർ ഉണ്ടാക്കൽ, യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഒരു കരാർ ഉണ്ടാക്കൽ. ട്രംപ് ആഗ്രഹിക്കുന്നത് ഈ നിരോധനം, ഉപരോധം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സമാധാന കരാർ ഉണ്ടാക്കണമെന്നാണ്. അതങ്ങനെ പറ്റുക എന്നുള്ളത് ട്രംപിനെ അറിയൂ. പക്ഷെ അത്തരത്തിലൊരു സംഭവമൊന്നും ഇറാനിൽ നടക്കില്ല. കാരണം ട്രംപിന്റെ പേടിയും ഇറാന്റെ മുന്നറിയിപ്പും ഒന്ന് തന്നെയാണ്. ട്രംപിന്റെ പേടി എന്താ? ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം നടക്കും, എണ്ണ വ്യാപാരം നടക്കും. അത് പാടില്ല, അത് അമേരിക്കയ്ക്ക് സ്വന്തമാക്കാനുള്ളതാണല്ലോ. എന്നാലും ഇറാൻ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള സമാധാന കരാർ വന്നാൽ ഇറാന്റെ എണ്ണ വ്യാപാരം ഉപരോധം മാറുന്നതോടെ സാധാരണഗതിയിൽ പുനരാരംഭിക്കുമല്ലോ. ആ സമയത്ത് ചർച്ചകൾക്ക് വിരുദ്ധമായിട്ട്, കരാറിന് വിരുദ്ധമായിട്ട് ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ പിന്നെ അതിന്റെ അനന്തരഫലം അതിഭീകരമായിരിക്കും. എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയ സമയത്ത് മുതൽ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടിയുണ്ട്, അതിനേക്കാൾ 10 മടങ്ങായിരിക്കും, ഭീകരമായിരിക്കും. യഥാർത്ഥ യുദ്ധം എന്താണെന്ന് അമേരിക്ക അറിയുമെന്നാണ്. അത് പറയാൻ ഇറാൻ അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇവിടെ വെടിനിർത്തി അവിടെ വെടിനിർത്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇറാനിൽ വീഴേണ്ടടുത്ത് വീണുകൊണ്ടിരുന്നു. ഈ നുണ പറഞ്ഞതിനിടയ്ക്കാണ് യുദ്ധവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നുണ പറഞ്ഞിട്ട് ഇറാനെ പറ്റിക്കാമെന്ന് നടക്കൂല. കാര്യം ഇറാന് വളരെ വ്യക്തമായിട്ട് ട്രംപിനെ അറിയാം, അല്ലെങ്കിൽ അമേരിക്ക അറിയാം. അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് പറയും, ഞങ്ങൾ സമ്മതിച്ചു എന്നൊക്കെ പറയും, ഞങ്ങളിനി യുദ്ധത്തിനില്ല, അതായത് ഞങ്ങളെല്ലാം പിൻവലിച്ചു എന്ന് പറയും. എന്നിട്ട് പിൻവാതിലൂടെ ഒറ്റ അടി അടിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കരുത്, ട്രംപിനെ തീർത്തും വിശ്വസിക്കരുതെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇറാന് പൂർണ്ണമായും ഇറാൻ അനുകൂല അല്ലെങ്കിൽ ഇറാൻ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുള്ള ഒരു കരാറിൽ മാത്രമേ ഇറാൻ ഒപ്പുവയ്ക്കാൻ സാധ്യതയുള്ളൂ. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തിടത്തോളം കാലം സമാധാനമായി തന്നെ നിലകൊള്ളും. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇറാനെ അടിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടും ഇപ്പോൾ വെടിനിർത്തലായതുകൊണ്ടും സമാധാനമായിട്ട് ഒരു പരിധി വരെ മുന്നോട്ട് പോകും. ഇസ്രായേലിനെ സംബന്ധിച്ചും അത് തന്നെ. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാത്തടത്തോളം കാലം ഇറാൻ അങ്ങോട്ട് തിരിച്ചാക്രമിക്കുകയില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് പശ്ചിമേഷ്യ സമാധാനമാണെന്ന് പറയാം. പക്ഷെ അപ്പോഴും ഹോർമൂസിൽ അമേരിക്കയുടെ നിയന്ത്രണമുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ
ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. അത് മാറാത്തിടത്തോളം കാലം ലോകത്ത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമാധാന കരാറും ട്രംപിന്റെ മറ്റൊരു തട്ടിപ്പാകാനാണ് സാധ്യത. അല്ലാതിരുന്നുണ്ടെങ്കിൽ ഹോർമുസ് മേലുള്ള ഉപരോധം എന്നോ നീക്കിയേനെ. Different angles. Don't forget to subscribe and support this channel.